ഹായ്, വെൽക്കം ടു ദ ചാനൽ. മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാനിന്നൊരു ചെറിയ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഫ്രഷ് ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇരിക്കാനായി നല്ല ഫ്രഷ് ചൂരയായിരുന്നു കേട്ടോ. പൊരിക്കാൻ നല്ല ഫ്രൈ ആക്കാനായിട്ടും ഞാൻ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് കറി വയ്ക്കാനായിട്ടും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് നല്ല സൂപ്പർ നല്ല ചൂരയാണ് കേട്ടോ, പച്ച ചൂരയാണ്. അപ്പോൾ ഇന്നത് നമ്മൾ കുടംപുളിയിട്ട് വയ്ക്കുന്ന ഒരു നല്ലൊരു കറിയാണ് ഞാനിന്ന് വയ്ക്കാൻ പോകുന്നത്. നമുക്കതൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ സാധാരണ തേങ്ങ അരച്ച് സാധാരണ കറി വയ്ക്കും, അല്ലാതെ കുടംപുളി ഇട്ട് വയ്ക്കും, അങ്ങനെ പല ഇനത്തിൽ മീൻ കറി വയ്ക്കുമല്ലോ. അപ്പം ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് കുടംപുളി ഇട്ടാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് കുടംപുളി ഇട്ട മീൻ കറി തിന്നാനായിട്ട് ഒരു സാധനം കൂടി ഉണ്ട്. നല്ല സൂപ്പർ ചക്ക വെന്തിട്ടുണ്ട്. അതിനി ഒന്ന് ഉടച്ചിറക്കണം. കയ്യിൽ ഇതുള്ളത് കൊണ്ട് നമുക്ക് പയ്യെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇളക്കാൻ പറ്റും. അപ്പം നമുക്ക് അതൊന്ന് തീ കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് പോയാലോ. ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് മീൻ കറി വയ്ക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിടുന്നത് എല്ലാം ഇറുക്കി അടച്ചു വെച്ചേക്കാം. അപ്പം ശകലം കടുവയിലേക്ക് ഇട്ടു. അതിനോടൊപ്പം തന്നെ 2 ഉലുവ കൂടി അതിനകത്തേക്ക് ഇട്ടു. ഇനി ഞാനിടാൻ പോകുന്നത് നല്ല സൂപ്പർ ഫ്രഷ് കരിവേപ്പിലയാണ്. കറിവേപ്പിട്ടു. ഇനി അതിലേക്ക് ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളി, തക്കാളിക്ക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അതിനോടൊപ്പം തന്നെ അതിനാവശ്യമായ ഉപ്പ് കൂട്ടും. അതൊന്ന് പാടട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചക്കയൊന്ന് ഉടച്ചെടുക്കണം.
ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്താലോ. അതുപോലെ വാടി വന്നിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ഉണ്ടാക്കാൻ മീൻ പൊരിച്ചത് ഞാനെടുത്ത് അരപ്പ് പുരട്ടി വെച്ചേക്കുന്നല്ലോ, അത് നമുക്ക് മീൻ പൊരിക്കാനായിട്ടാണ് ഞാനൊരു ഫ്രൈ പാൻ കൂടി ഞാനെത്തി മൊബൈൽ ദൂരോട്ട് വെച്ചിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരേ അപകടങ്ങൾ നമ്മൾ കാണുന്നില്ലേ. അപ്പം അതിനനുസരിച്ച് ഉള്ള വീഡിയോയാണ് ഞാനിപ്പോൾ പിടിക്കുന്നത്. മൊബൈലൊക്കെ ദൂരോട്ട് വെച്ചിരിക്കുകയാണ്. കാര്യം എന്നാലും ഗ്യാസിനടുത്തൊന്നും വെക്കരുതെന്നാണ് പറയുന്നത്. എൻ്റെ സ്റ്റാൻഡ് ഒരു കരണ്ടി മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് പൗഡർ തീർന്നു, അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. നമുക്ക് എരിക്ക് ആവശ്യമായ പൊടി ചേർത്താൽ മതി. ഇനി ഞാനിടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി നിങ്ങൾ മീൻ കറിക്ക് ശകലം ഹോട്ടൽ കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഒരു മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കുള്ളൂ. ഞാനൊരു ശകലം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ അത്രയേ ഉള്ളൂ ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടൊന്ന് വരട്ടി, കയ്യിലെ പ്രശ്നം കൊണ്ടാണ് ഇളക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നാലും ഞാൻ ആ സമയത്തും വീഡിയോ പിടിച്ചിടുന്നല്ലോ എന്ന് നിങ്ങൾ അതും കൂടി ഒന്ന് ഓർമ്മിക്കാൻ മറക്കരുതേ. ഇനി നാളെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുടംപുളി വെള്ളത്തിയിട്ട് വെച്ചത്. ഞാൻ ഇന്ന് ഒരു വലിയ ഇതുള്ള പുളി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇന്ന് ഞാൻ 2 ഇതളാണ് എടുക്കുന്നത്. 2 ഇതൾ. ഇതിപ്പം നമുക്ക് ഒറിജിനൽ പുളി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളി ആയതുകൊണ്ട് നാളെ ഞാൻ 2 ഇത് ചേർത്തപ്പോഴത്തേക്ക് മീൻകറി കുറച്ച് സമയം ഇരുന്ന് പിറ്റേ നമ്മൾ കൂട്ടിയപ്പോഴത്തേക്ക് നല്ല പുളിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ 1 ഇതൾ പുളി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. ഇനി അതൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആ മീൻ പുരട്ടി അതിലേക്ക് മീൻ പറക്കിയിടട്ടെ. കൈ വയ്യാത്തത് കൊണ്ടാണ് സ്പൂൺ കൊണ്ട് ഇടുന്നത്. അത് മറക്കരുത്. നിങ്ങൾ വിചാരിക്കും അവർക്ക് കൈ കൊണ്ടിടാൻ, അല്ലാതെ ഞാൻ എല്ലാം കൈ കൊണ്ട് തന്നെയാണ്. എനിക്ക് എരിയൊന്നും അങ്ങനെയൊന്നും ഒരു ഇതില്ല. നല്ല സൂപ്പർ ചൂര, നല്ല ഇതായിരുന്നു. നല്ല പച്ച മീനായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ശകലം മുട്ട, അതായത് ശകലേ ഉള്ളു. അതെൻ്റെ കുട്ടൂസമ്മന് വരുമ്പോൾ കൊടുക്കാനായിട്ട് അതും കൂടി ഈ കുട്ടൂസമ്മന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തതല്ലേ? കുട്ടൂസമ്മന് ഇഷ്ടമെന്ന് പറയാൻ അത് ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? അപ്പം വെക്കട്ടെ. നമ്മുടെ മീൻ കറിയുടെ ചൂട്ടി ഞാൻ കൂട്ടി കൊടുത്തിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴേ തിളച്ചന. ഇനി എല്ലാം പറക്കി തീ കഴിഞ്ഞ് ഇതാ സ്ഥാനത്ത് വയ്ക്കട്ടെ.
കറി റെഡി ആവട്ടെ. നമ്മളെ കറി തിളച്ചോ നമുക്ക് നോക്കാം. എടുത്ത് കാണിച്ചെങ്കിൽ നല്ലതുപോലെ കാണാൻ. കറി നല്ല ഭംഗിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതേ കണ്ടോ, കാണുന്നുണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈയും റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ചക്ക ഇളക്കാനായി ഇറക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മീൻ അതിലേക്ക് ഇറക്കിയിടാം. മീൻ പിറക്കി അതിലേക്ക് ഇടുകയാണ്. ഇന്ന് നല്ല അന്തരീക്ഷമാണ്. മഴ രാവിലെ ഒത്തിരി മഴയുണ്ടായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത അന്തരീക്ഷത്തിൽ പോകുന്നു. അപ്പം ഞാൻ മീനെല്ലാം അതിലേക്ക് ഇടട്ടെ. മീനുണ്ട്, അതിൻ്റെ തലയുണ്ട്, കറിയിലേക്ക് മീൻ ഇട്ടിരിക്കുകയാണ്. ഇറക്കട്ടെ. നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മറിച്ചിട്ടാലോ. നമ്മുടെ മീൻ കറി എങ്ങനെയായെന്ന് നോക്കാം നമുക്ക്. സൂപ്പർ 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 സൂപ്പർ. തീ ഒന്ന് കുറയ്ക്കട്ടെ. ഉണ്ടോ, അത് ഈ പുക വന്നടിയുന്നതുകൊണ്ടാണ് കളറിൻ്റെ വെയിലും. കണ്ടോ, സൂപ്പറല്ലേ. ഈ മീൻ ഫ്രൈയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പം ഞാനിന്ന് മീൻകറി തിന്നാൻ പോണത് നല്ല സൂപ്പർ ചക്ക കൂട്ടാൻ വെച്ചതുണ്ട്. അതിലേക്ക് എൻ്റെ ഒരു തലയൊക്കെ അങ്ങോട്ട് വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ മീൻ കറി അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. അടച്ചിടാം. ഒരു മീൻ ഫ്രൈയും കൂടി എടുക്കാം. ചോറ് തിന്നണ
ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ചക്കയും മീൻ കറിയും മീൻ ഫ്രൈയും പരിപരിച്ചതും. അപ്പം ഞാനൊരു തട്ടാൻ പോവുകയാണ്. സൂപ്പർ.